ഹായ്. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു നൈറ്റ് ഡ്രൈവ് പോകണതാണ്. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് പോണത്. അപ്പോൾ ഞാൻ പോകണതിന് മുൻപ് സേറാനൊരു ഫോട്ടോ എടുക്കാമെന്ന് വെച്ചിട്ട് പിടിച്ചതാണ്. അപ്പോഴത്തേക്കും അവൾ കരഞ്ഞോടിട്ട് പോയി. കാരണം അവിടെ ഒരു സൈക്കിൾ ഇരിക്കുന്നുണ്ട്, അതിൻ്റെ വീലും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോഴത്തേക്കും മിക്കവും വന്നു. നമ്മൾ ഇപ്പോൾ പോകാൻ വേണ്ടി റെഡിയായി. ആ ഇരുട്ടാണ് കേട്ടോ, ആരും പേടിക്കരുത്, അവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്നില്ല, അതുകൊണ്ടിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ പോയിക്കൊണ്ടിരിക്കണം, നമ്മുടെ വീടിൻ്റെ വഴി ഇറങ്ങണേണ്ടാവും. അപ്പോൾ അവിടെയുള്ള ചേട്ടന്മാരും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുക്കണമെന്നിട്ട് നോക്കുന്നുണ്ട്. എന്താണ് ഈ പെൺകുട്ടി വീഡിയോ എടുക്കണമെന്നുള്ള രീതിയിലായിരിക്കും. അപ്പോൾ സേറ ആദ്യം വിചാരിച്ചു ഞാൻ ഫോട്ടോ എടുക്കണമെന്ന്. അപ്പോൾ ഞാൻ ഹായ് കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവൾ അപ്പോഴാണ് മനസ്സിലായത് ഇത് വീഡിയോ ആണ്. മനസ്സിലായപ്പോൾ അവളുടെ ബനിയത്തിലുള്ള സ്പെല്ലിങ്ങും EM എന്നൊക്കെ പറഞ്ഞു തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ആരെയാണ് വെയിറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കൂടെ ഒരു ഫ്രണ്ടിനെയാണ് വെയിറ്റ് ചെയ്യണം. ഫ്രണ്ടും ഫാമിലിയും ഉണ്ട് കേട്ടോ, ഒരു ഫാമിലിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവരെ ഞാൻ വഴിയെ പരിചയപ്പെടുത്തി തരാം. ഇവരാണ് ആ ഫാമിലി, നമ്മൾ ആ കാത്തിരുന്ന ഫാമിലി ഇവരാണ് കേട്ടോ. അപ്പോൾ ഇവർക്കും ഉണ്ട് ഒരു യൂട്യൂബ് ചാനൽ, ഇറ്റ്സ് മീ മർസ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ എന്നെ ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്നവരെല്ലാവരും അവരെയും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ടും ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഫോട്ടോസിന്നും പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നമുക്ക് 2 ഭാര്യമാർക്കും ഇഷ്ടമല്ലായിരുന്നു ഫോട്ടോസിലേക്ക് പോകാൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും കാണുന്ന സ്ഥലമാണ്. ആ സ്ഥലം കണ്ടിട്ട് നമുക്ക് എല്ലാ മുക്കും മൂലയും നമുക്കറിയാം. അപ്പോൾ അത് പറഞ്ഞിട്ട് നമ്മൾ എറണാകുളത്തേക്ക് പോകണമെന്ന് മെയിനായിട്ടുള്ള ഉദ്ദേശം നല്ല അടിപൊളി ഫുഡ് കഴിക്കണം. അതാണ് 2 കൂട്ടുകാരുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം കേട്ടോ. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരുന്നപ്പോൾ 2 ഭർത്താക്കന്മാരും പറഞ്ഞു ബ്രിസ്ക്കറ്റ് കഴിച്ചാലാണ്. നമ്മൾ കഴിച്ചിട്ടില്ല, അവരും കഴിച്ചിട്ടില്ല എന്ന് തോന്നുന്നു, അറിയില്ല, അത് നമ്മൾ അങ്ങനെ ചോദിച്ചൊന്നുമില്ല കേട്ടോ. ബ്രിസ്ക്കറ്റ് കഴിക്കാമെന്നും പറഞ്ഞിട്ട് നമ്മൾ ഗൂഗിളിലും ഒക്കെ സെർച്ച് ചെയ്തപ്പോൾ ഒരു സ്ഥലം കിട്ടി, നമ്മളുടെ കൊച്ചിയുടെ അടുത്ത് തന്നെയുള്ള ഒരു സ്ഥലം കിട്ടി കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കണേണ്. സ്ഥലം കുണ്ടന്നൂർ മരട്, ആ ഒരു ലൊക്കേഷൻ്റെ അവിടെയാണ് നമ്മൾ 2 കൂട്ടരും പോയിക്കൊണ്ടിരിക്കണേണ്. അപ്പോഴത്തേക്കും അവരുടെ കുട്ടികൾ 2 പേരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് മരട് പാലം. എന്താ പറയുക, ഇപ്പോൾ ചെറിയ ചെറിയ കുഴികളുണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ വലിയ വലിയ കുഴികളാണ്. ഇതിൽ കൂടി പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു നടുവെച്ചിട്ട് വേണം പോകാൻ. ഇപ്പോൾ നല്ല ബോറാക്കി വെച്ചേക്കണം, നല്ല കുണ്ടും കുഴിയാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ സംസാരിച്ചിട്ടൊക്കെ കേട്ടോ പോണത്. കാരണം വണ്ടി എപ്പോൾ പാളിപ്പോകുന്നു പറയാൻ പറ്റാത്ത രീതിയിലാണ് പോണത്. അപ്പോൾ ഈ ചൂണ്ടിക്കാട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ വർഷങ്ങൾക്ക് മുൻപ്, ഒരു 3-4 വർഷങ്ങൾക്ക് മുൻപ് ഒരു മരട് ഫ്ലാറ്റ് പൊളിച്ചൊരു ഇതുണ്ടായിരുന്നില്ലേ, ആ സ്ഥലം കാണിച്ചു തന്നതാണ് കേട്ടോ. അതേ ഇവിടെയാണ് മരട് ഫ്ലാറ്റ്. നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് ഇക്കു കാണിച്ചു തന്നെയാണ്. അപ്പോൾ നമ്മളുടെ ബ്രിസ്ക്കറ്റ് കിട്ടുന്ന സ്ഥലം എത്തി. അപ്പോൾ ബ്രിസ്ക്കറ്റ് കിട്ടുന്നത് ഇതൊരു സ്ട്രീറ്റ് ഫുഡ് ഏരിയ കേട്ടോ. അപ്പോൾ ടെക്സ് മെക്സ് എന്നും പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണ് ഈ പറഞ്ഞ ബ്രിസ്ക്കറ്റ് ഉള്ളതെന്നും പറഞ്ഞിട്ട് നമ്മൾ പോണേണ്. അപ്പോഴത്തേക്കും അവരുടെ 2 പിള്ളേരും ഓണായി. അവിടെ എത്തിയപ്പോഴത്തേക്കും പിള്ളേരങ്ങനെയുള്ള വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഓക്കെയാണ്, അവർ ഓണാകും, വണ്ടിയിലിരിക്കുമ്പോൾ ഉറങ്ങിപ്പോകും, അങ്ങനെയാണല്ലോ. അപ്പോൾ ഇതാണ് മെഹസ, അവൾ എന്നോട് ഹായ് പറഞ്ഞതാണ്, ഞാൻ വീഡിയോ എടുക്കണം കണ്ടിട്ട്. അപ്പോഴത്തേക്കും ഇക്കും സാറയും കൂടിയും ബ്രിസ്ക്കറ്റ് അന്വേഷിച്ചിട്ട് പോയേക്കണേണ് കേട്ടോ. അവിടെ ചെന്നപ്പോൾ ശശിയായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ബ്രിസ്ക്കറ്റ് ഇല്ല, ബ്രിസ്ക്കറ്റ് നാളെ ഉള്ളൂ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും ഓർഡർ ചെയ്യാമെന്നും പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ലിസ്റ്റൊക്കെ നോക്കിയപ്പോൾ അവിടെ ബീഫ് സ്റ്റീക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ അത് ഓർഡർ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ മെനു കാർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് മസ്റ്റ് ട്രൈ എന്നും പറഞ്ഞിട്ട് ചിയാങ്കോ. 2 ഫ്ലേവർ ഉണ്ടായിരുന്നു, പ്രോൺസും ബീഫും ആണ്. ഓക്കെ, ബീഫായിരുന്നു കേട്ടോ. അപ്പോൾ ഈ 2ഉം നമ്മൾ ഓർഡർ ചെയ്തു. നമ്മളിപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണ ടൈമിൽ പിള്ളേർക്ക് ഐസ്ക്രീം അങ്ങനെ എന്തെങ്കിലും വേണമല്ലോ എന്നും പറഞ്ഞിട്ട് ഐസ്ക്രീം വാങ്ങി മെഹസാൻ്റെത് പൊട്ടിച്ചുകൊണ്ടിരിക്കണേ കേട്ടോ. ഞാൻ അവൾ എന്നിട്ടാണ് തന്നത്. മെഹറാക്ക് വാങ്ങിയില്ല, അവൾക്ക് ചുമയും ജലദോഷമൊന്നും പറഞ്ഞിട്ട് വാങ്ങിപ്പിച്ചില്ല കേട്ടോ അവർ. അപ്പോൾ സെഹറയും വാങ്ങി, മെഹസയും വാങ്ങി. അപ്പോൾ അവർക്ക് കൊടുക്കണേ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് ആ ഐസ്ക്രീം. പൈനാപ്പിൾ ഫ്ലേവർ ആയിരുന്നു, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ സെഹ്റാൻ്റെ ഇത്തിരി തോണ്ടി കഴിക്കുകയൊക്കെ ചെയ്തു, എന്നാലും കുറച്ചും കഴിച്ചെങ്കിലും നല്ലോണം എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ.
അപ്പോൾ ഞാൻ മെഹറ അവിടെ നിന്ന് ചോദിക്കണേണ്, എനിക്കും എന്നും പറഞ്ഞിട്ട് ചോദിക്കണം. പക്ഷെ ഐഷ സമ്മതിക്കണേ ഇല്ല. കാരണം അവൾക്ക് ചുമക്കും എന്നും പറഞ്ഞിട്ട് അവൾ സമ്മതിക്കണേ ഇല്ല. അപ്പോഴത്തേക്കും ബീഫ് സ്റ്റീക്ക് വന്നു. ഇതാണ് സ്റ്റീക്ക് കേട്ടോ. നമ്മളൊരു ദിവസം പനമ്പള്ളിയിൽ പോയി കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പ്രഗ്നൻസി ടൈമിൽ. പക്ഷെ അതിനെ വെച്ച് നോക്കുമ്പോൾ ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, ഒരു രക്ഷയില്ല. അതിനിടയ്ക്ക് ചിയാങ്കോവും വന്നു. ചിയാങ്കോയിൽ പ്രോൺസ് ഫ്ലേവർ അടിപൊളിയായിരുന്നു. ബീഫ് എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല, എന്നാലും കൊള്ളാം, മസ്റ്റ് ട്രൈ തന്നെയാണ് കേട്ടോ. അങ്ങനെ അത് ഫുഡൊക്കെ കഴിച്ചു. ഒരു 7 ഒന്ന് സിപ്പൊക്കെ ചെയ്തിട്ടു നമ്മൾ പോകാമെന്നും പറഞ്ഞിട്ട് ഇറങ്ങി. പക്ഷേ പെൺപിള്ളേർക്ക് അങ്ങനെ പെട്ടെന്നൊന്നും വീട്ടിലെത്താനും അധികം വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ലല്ലോ. അന്നും വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു ഐശാനോട്, നമുക്ക് ഫോറം മാളിൽ കയറാമെന്ന് പറഞ്ഞപ്പോൾ ഭർത്താക്കന്മാർക്ക് അത്ര വലിയ സുഖം ഉണ്ടായിരുന്നില്ല ആ ഒരു വർത്തമാനത്തിൽ. അപ്പം നമ്മൾ എന്നാൽ ഓക്കെ വീട്ടിലേക്ക് പോകാം എന്നും പറഞ്ഞിട്ട് പോണ വഴിക്ക് കുണ്ടന്നൂരെത്തി. അപ്പോൾ കുണ്ടന്നൂരെത്തിയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, ഷോക്കോട്ടാന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവൾ എന്നോട് പറയണേ, എൻ്റെ ഒരു ഫാമിലി വീഡിയോ ഒന്ന് എടുത്തന്നേന്നും പറഞ്ഞിട്ട് അവൾ പറഞ്ഞപ്പോൾ ഞാനത് എടുത്തു കൊടുക്കുകയും ചെയ്തേട്ടോ. പിന്നെയും ഞാൻ ഈ മരട് ഫ്ലാറ്റ് നോക്കിയിട്ടും പോണേന് സത്യം പറഞ്ഞു. അപ്പോൾ ഇക്കൊറേടി ഇത് ഇവിടെയാണ് മരട് ഫ്ലാറ്റ് ഇവിടെയാണ്. പക്ഷേ ഇവിടെ നിന്ന് കാണേ നല്ല കൂരിട്ടാ ഏരിയയിലൊക്കെ. പിന്നെ ഞാൻ അത് നോക്കാനൊന്നും നിന്നില്ല കേട്ടോ. പിന്നീട് എൻ്റെ പൊന്നോ, ഈ പാലത്തിലൂടെ പോയി കഴിഞ്ഞാൽ 9ാം മാസം പോകണം. സത്യം പറയില്ല, പെട്ടെന്ന് സുഖപ്രസവം നടന്നു. കാരണം അമ്മാതിരി കുണ്ടും കുഴി എന്ന് പറയുന്നത് അമ്മാതിരി കുണ്ടും കുഴി. ഇവരെന്തിനാണാവോ പണിതത് പിന്നെ അത് എന്താ പറയുക, നമുക്കൊന്നും പറഞ്ഞാലൊന്നും ശരിയാവുകയൊന്നുമില്ലല്ലോ. ആര് പറഞ്ഞാലും ആര് കേൾക്കാനല്ലേ. അപ്പോൾ പിന്നെ അതൊക്കെ വിടും. പിന്നെ നമ്മ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കണേണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കൂടെ പറയണ്ട കേട്ടോ, പയ്യെ. കാരണം റോട്ടിൽ കുഴിയില്ലാത്തൊരു സ്ഥലവുമില്ല, ഇക്കുനെ പറഞ്ഞിട്ടും കാര്യമില്ല. എന്നാലും നമ്മൾ പറയുമ്പോൾ ഡ്രൈവറിനല്ലേ പറയുള്ളൂ. ഇക്കു അപ്പോൾ മാക്സിമം അങ്ങനെ കുണ്ടും കുഴിയും ചാടിക്കാണ്ട് കൊണ്ടുപോകണുണ്ട്. എന്നാലും രക്ഷയില്ല, സ്ഥലം ആകെ ബോറായിപ്പോയിട്ടാണ്. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കണ ടൈമിൽ ഞാൻ പറഞ്ഞു, ഇക്കുവിനോട് ഞാൻ ചോദിച്ചു, എന്നാൽ നമുക്ക് പെട്ടെന്ന് വീടെത്തണ്ട. കാരണം ആർക്കും അങ്ങനെ ഇഷ്ടാവില്ലല്ലോ പെട്ടെന്ന്. നൈറ്റ് ഡ്രൈവ് എന്ന് പറയുമ്പോൾ നമുക്കൊരു എന്താ പറയുക, അടിച്ചുപൊളി അങ്ങനത്തെയൊക്കെ ഒരു മൂഡിലാണ് നമ്മൾ പോണത് പെൺപിള്ളേർ. പക്ഷേ ഈ ആൺപിള്ളേരെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ കൂട്ടുകാരന്മാരായിട്ട് പോകുമ്പോൾ ഭയങ്കര അടിച്ചുപൊളിയായിരിക്കും. പക്ഷെ പെണ്ണുപിള്ളേനായിട്ട് പോകുമ്പോൾ അത്ര വലിയതുണ്ടാവില്ല. ആ വഴി ഞാൻ പറഞ്ഞു, എന്നാൽ കുണ്ടന്നൂർ വോക്ക് വേയിലെങ്കിലും കയറാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറ്റിയതാണ്ട് വരാം. 2 കൂട്ടരും കയറ്റി. അപ്പോൾ ഞാൻ സേറാൻ ഓടിപ്പോയി പിടിച്ചത് എന്താണെന്നറിയോ, അവിടെ തവള ഉണ്ടായിരുന്നേ. തവളനെ കണ്ടപ്പോൾ ഞാൻ ഓടിപ്പോയിട്ട് സേറാനെ പിടിക്കണേണ്ടോ. കാരണം അവൾ കണ്ടിട്ടില്ല തവളനെ. അവൾ കണ്ടു കഴിഞ്ഞാൽ അവൾ പാപ്പാന്നും പറഞ്ഞിട്ട് കരയും. അതിന് മുൻപേ ഞാൻ ഓടിപ്പോയി പിടിച്ചതാണ്. അപ്പോൾ ഇക്കു സേറാൻ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണേണ്. സേറാക്ക് ഇക്കു തന്നെ മതി, ഞാൻ വേണമെന്നൊന്നുമില്ല കേട്ടോ. അതുകൊണ്ടിട്ട് ഞാൻ ഫുൾ ഫ്രീ ആണ്. പിന്നെ ഇടയ്ക്കൊക്കെ എൻ്റെ അടുത്ത് വരുവേ. അപ്പോൾ ഇക്കുവനേട്ട പറയണ, നീ ആ വശത്ത് കൂടി വാ, പുല്ലി കൂടി വരണ്ട, വല്ല പാമ്പ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട്. കണ്ടോ, സേറാക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ പോണത് കേട്ടോ. പിന്നെ ആ സ്ലൈഡിൽ കയറിയിട്ട് എൻ്റെ പൊന്നോ, വാപ്പയും മോളും കൂടി ഇപ്പോഴാണ് മനസ്സിലായത് വാപ്പമാരുണ്ടെങ്കിൽ പെൺപിള്ളേർ അവിടെ ഫുൾ ഹാപ്പി ആയിരിക്കും എന്നുള്ളത്. കാരണം അവർ നമ്മളുടെ അടുത്ത് ഇപ്പോൾ ഇവിടെയുള്ള 3 പെൺപിള്ളേരും അവരുടെ വാപ്പമാരായിട്ടാണ് ശരിക്കും എൻജോയ് ചെയ്യുന്നത്. നമ്മൾ വെറുതെ എന്താ പറയുക, പാലും കൊടുത്ത് വളർത്തുന്നു മാത്രം. അവർക്ക് വാപ്പമാരെയാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇക്കു മെഹസാക്ക് കാണിച്ചു കൊടുക്കണേണ്, ഇങ്ങനെയാണ് കറങ്ങണമെന്നും പറഞ്ഞിട്ട് കാണിച്ചു. എവിടെ നിന്നും മെഹസ നോക്കാൻ. അപ്പോൾ സേറാക്ക് ഒരാഗ്രഹം വന്നപ്പോൾ സേറാനെ ജസ്റ്റ് ഒന്ന് തൂക്കിച്ചേട്ടോ. കാരണം അങ്ങനെ തൂക്കിക്കാണ്ട് അവളുടെ ഇഷ്ടത്തിന് നമ്മൾ ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് അവിടെ നിന്ന് വരെയുമില്ല. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് തൂക്കിപ്പിച്ചു. അപ്പോൾ 2 പേരെയും ഈക്വലായിട്ട് കറക്കാൻ വേണ്ടിയിട്ട് മാലയ്ക്ക് 2 കയ്യിൽ പിടിച്ചിട്ട് കറക്കണേ കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. കണ്ണങ്ങാട്ട് പാലം വഴിയാണ് കേട്ടോ വന്നത്.
അപ്പോൾ ഇവിടുത്തെയൊക്കെ റോഡ് അടിപൊളി റോഡാണ് കേട്ടോ. നല്ല എന്താ പറയുക, ഒരു കുണ്ടും കുഴി ഇല്ലാണ്ട് ഉള്ളൊരു റോഡാണ്. ഇനി വേണ്ട കുണ്ടും കുഴിയൊന്നും, മതിയും പൂതിയും കെട്ട് ഇപ്പോൾ മലയുടെ വരെയും പോയപ്പോഴത്തേക്കും. പിന്നെ അവിടെ നിന്ന് പകുതി വെച്ചപ്പോൾ നമ്മൾ അവിടെ നിന്ന് പിരിയുകയാണ് ഗൈസ്, പിരിയുകയാണ്. അവരവരുടെ വീട്ടിലേക്ക്, ഞാൻ എൻ്റെ വീട്ടിലേക്ക്. നമ്മൾ വളച്ചു, നമ്മങ്ങനെ പോയി. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ ബൈ.